ആള് കേട്ട പാടെന്ത് ഇതാക്കി നാണം കുടുങ്ങി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് കുളിച്ച് ഫ്രഷായി. എൻ്റെ നീരാട്ടം എന്നാൽ യാത്ര കഴിഞ്ഞ് പോയല്ലേ, അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കുളിച്ച് റെഡി ആവണം. ഒക്കെ റെഡിയായി വന്നപ്പോഴേക്ക് അവരെങ്ങാണ്ട് പോയി. അവർ പോയി എന്ന് പറഞ്ഞു. ഞാൻ വരുമ്പോൾ ഇല്ല. ഞാൻ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അവർക്ക് ഈ പുറത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര നീറ്റ്നെസ്സാണ്, മനസ്സിലായോ? ഞാൻ എൻ്റെ റൂം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാ? ഇല്ല, കണ്ടപ്പോൾ ഓടിച്ചോടും. ഇങ്ങനെ വാരി വലിച്ച് നിൽക്കമ്മേ, ഒരു വീഡിയോ എടുക്കുന്നു, വരാമേ. എൻ്റെ റൂമൊക്കെ ഞാനിങ്ങനെ വരി വലിച്ചിരുന്ന് കൊടുത്തില്ല. അവർക്ക് അങ്ങനെയല്ല, ഒരു പേപ്പർ കഷ്ണം പോലും ഇടാൻ പാടില്ല. അത്രയും നീറ്റായിട്ടാണ് വൈറ്റ് ബെഡ്ഷീറ്റ് അതിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നത്. എൻ്റെ ആണ് വൈറ്റെങ്കിൽ തീർന്നു. അപ്പോൾ എൻ്റെ ചേച്ചി എങ്ങനെ അമ്മു വൈറ്റ് അവിടെ യൂസ് ആക്കുന്നത് എനിക്കറിയില്ല. പിന്നെ അതായിരിക്കും എന്നോട് പറഞ്ഞു വേണ്ടി ബെഡ്ഷീറ്റ് വാങ്ങണേന്ന് പറഞ്ഞു. ഇത് പേടിച്ചിട്ടായിരിക്കും. കാരണം ചേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര പ്യുവർ വൈറ്റ്. ഞാൻ രാവിലെ കണ്ടത് വേറെ ഒന്ന്, വൈകുന്നേരം വേറെ ഒന്നാണ് കണ്ടേക്കണേ. എനിക്ക് 2 നേരം അങ്ങനെ അത്ര വൃത്തിയാണ് ചേട്ടനൊക്കെ. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായൊക്കെ വന്നു. ചായ 5 മുട്ട, ഞാൻ പറഞ്ഞ എൻ്റെ ഡയറ്റ്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കവിളൊന്നും വെട്ടിപ്പോവാത്ത കേട്ടോ. ഇത് കേട്ട് ഡോക്ടർമാർ എന്നെ തല്ലിക്കൊല്ലില്ല. ഇനി വേണ്ടത് ഈ സംഭവമല്ലേ, ഈ ഡബിൾ ചിൻ, ഇതങ്ങ് മാറണം. ഇതിങ്ങനെ കുറച്ചുകൂടെ കയറണം. അപ്പം എൻ്റെ അസൂയാലുക്കൾ വിചാരിക്കും അവളെ ഡബിൾ ചിൻ പണ്ടാരക്കാലത്ത് ഇവള് കാരണം ഇവളിങ്ങനെ തിളങ്ങി പോകുന്നു, നമുക്ക് തിളങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ ഒരു കൊല്ലത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നവർ എം ജി റോഡിൽ വലിയ ബെഡാ സംരംഭം ഉണ്ടാക്കും. ബെഡാ ടീമുകളാണ്, മനസ്സിലായോ? അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് ഇതിൽ ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ വരുമെങ്കിൽ നിങ്ങൾക്ക് വരാം. പക്ഷേ അതിലൊരു പെങ്കൊച്ചിനോട് ഞാൻ പറഞ്ഞു നിന്നെ എന്തായാലും എടുക്കും, നീ വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ ഒരു പെങ്കൊച്ചുണ്ട്, അതിനെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അവൾക്കെല്ലാം അറിയാം, മനസ്സിലായി. എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഐഡിയാസ് പറഞ്ഞാൽ അവൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. ചെയ്യാൻ പറ്റും. സ്റ്റിച്ച് ചെയ്യാനൊന്നുമില്ല, സ്റ്റിച്ച് ചെയ്യാനൊക്കെ പുറത്തുനിന്ന് നമ്മൾ ആളെ കൊണ്ടുവരുമല്ലോ. കുറേ ഐഡിയാസ്, കുറേ വെസ്റ്റേൺ മോഡൽസ് ഒക്കെ, ഡ്രസ്സുകൾ അങ്ങനത്തെയൊക്കെ എനിക്കറിയാം. ഇവർക്കറിയുന്നേക്കാളും എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി അതിനെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനോട് ഞാൻ പറഞ്ഞു നിൻ്റെ പാരൻസിന് സമ്മതിക്കാം, അപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ. അപ്പം എനിക്കോട് വിചാരിച്ചിരുന്നത് ചുമ്മാ ലൊട്ട പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. മനസ്സിലായോ? ആയിരിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കണം. ഇവർക്കൊന്നും ഇവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നില്ലല്ലോ. അവരങ്ങനെ ആയിരിക്കുന്നതുകൊണ്ടായിരിക്കാം. ഇനി ഞാൻ പറയുന്നത് ഇനി പൊങ്ങച്ചായിട്ട് അവർക്ക് തോന്നിയാമോ? അങ്ങനെ ഒരു പൊങ്ങച്ച കാണിക്കലോ പിടിക്കലോ ക്ലാസ്സിൽ പോലും അങ്ങനെ ഒന്നും ചെയ്യലോ ഒന്നുമില്ല കേട്ടോ. ഞാൻ സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ സിമ്പിളാണ് എൻ്റെ ഡ്രസ്സിങ്ങിൽ മാത്രമേ ഞാൻ സ്റ്റൈൽ കാണിക്കുന്നത്. അല്ലാണ്ട് ഏത് റോഡിൽ കിടക്കുന്ന ആളെ വരെ ഞാൻ പിടിച്ചിരുത്തി മിണ്ടുന്ന കൂടത്തില്ല. പിന്നെ ഞാൻ അത്ര പോലും ഇല്ലയെന്ന് പറയും. ഇപ്പോഴാണ് ഞാനിങ്ങനെ മിറ്റിച്ചൊക്കെ ആണെങ്കിൽ അതുമല്ല, ഉള്ള സെക്യൂരിറ്റി അല്ല, അങ്ങനെയല്ല, പിന്നെ സെക്യൂരിറ്റിക്കാരൊന്നുമല്ല. പിന്നെ ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ എല്ലാ സെക്ഷനിലെ ആൾക്കാരുണ്ട്, അവരോടെല്ലാം ചെന്ന് കഥ ചോദിക്കും. ഭയങ്കര ഇഷ്ടമാണ് ആൾക്കഥ കേൾക്കാൻ. ആണോ നിങ്ങളെ വീട്ടിൽ ചോറും അയ്യോ ഇല്ലേ, ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചു വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെ സിമ്പതി ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ഞാൻ ചോദിക്കും, ഇത് ചോദിച്ച് കേട്ട് കഴിയുമ്പോൾ സമാധാനം കിട്ടും, ഞാൻ ചോദിക്കും കേട്ടോ. അത്ര എനിക്കതിന് വേണമെങ്കിൽ അവരോട് ചിലപ്പോൾ പറയുമായിരിക്കും നിങ്ങളവിടെ ഇരിക്കും, ഞാൻ വേണമെങ്കിൽ അടിച്ചു വാരി തരാം എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ചേച്ചി. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ ഞാൻ പിടിച്ച് വലിച്ചെടുത്തോണ്ട് വരും. കുറേ നേരമൊക്കെ നിന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം മിക്കവാറും അവരെ വീട്ടിൽ പോയിട്ട് അവരെ വീടും ഒക്കെ തുടച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ചേട്ടന് പറയാം ഇങ്ങനത്തെ സ്വഭാവം ചേച്ചിക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇന്നലെ കണ്ടല്ലോ, മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞ ബെഡായി ഒന്നും അല്ലാന്ന്, എൻ്റെ വാക്ക് വെറും വാക്കല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു ഒരു കൊല്ലത്തിനുള്ളിൽ ഉറപ്പല്ലേ തുടങ്ങാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ തുടങ്ങുമ്പം എന്തായാലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാനങ്ങനെ വെറുതെ പൈസ മുടക്കാനൊന്നും സമ്മതിക്കില്ല എന്ന് ചേച്ചിക്ക് പറയും, ചേട്ടന് പറയാം. ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ഒരു 20 lakhs നമ്മൾ ഇറക്കുന്നതെന്ന് വെച്ചോ, പിന്നെ അതിൻ്റെ പബ്ലിസിറ്റി എല്ലാം കൂടിയിട്ട് നമ്മൾ നോക്കണം. നമുക്കതനുസരിച്ചൊരു വരുമാനം വേണം. ആ സ്റ്റാഫിനെ വയ്ക്കുമ്പം ഓരോ മെഷീനും അത്രയും റേറ്റ് ഉണ്ട്. നമുക്കതെല്ലാം നോക്കണം.
അപ്പോൾ ആ ഒരു ഐഡിയ ആ സമയത്ത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ഞാനും ജീവനോടെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇഷ്ടംപോലെ ഡിസൈനേഴ്സ് പുറത്തു കൊണ്ട് ഇഷ്ടംപോലെ ഓരോരുത്തർ ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു, മനസ്സിലായോ? അവനവൻ്റെ ലക്ക് അവനവൻ തന്നെ തീർത്ത് കളഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എൻ്റെ അല്ല, അവരുടെ. അത്രയും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞു, എന്നെ അയാളെ കെട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ടാറ് വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു. സ്ത്രീധനായിട്ട് ഇങ്ങോട്ട് സ്ത്രീധനായിട്ട് ടാറ് വാങ്ങി തന്നാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അതെന്താ നിനക്ക് ടാറല്ല, ഇത് ഒരു കോടിൻ്റെ എന്താണ് അതിൻ്റെ വണ്ടിൻ്റെ പേര്, എനിക്കെല്ലാം കാറാട്ടോ, എനിക്കിപ്പോൾ അങ്ങനെ അറിയാമെന്നുള്ള ടാറ്, പിന്നെ സ്കോർപ്പിയോ, പിന്നെ ഓടി ചില സമയത്ത് കണ്ടാലറിയാം, ചില സമയത്ത് കണ്ടാലറിയില്ല. എനിക്ക് ഓടി കണ്ടാലും കാറുമാതിരി തോന്നുള്ളൂ, വലിയ പിടുത്തമില്ല. ഇന്നലത്തെ വണ്ടി ജാഗോർ അങ്ങനെ എന്താണ് പേര്. എന്നോട് പറഞ്ഞ്, നീ ഒന്ന് ക്ഷമിക്കും, നിനക്ക് ടാറിന് വരെ ഈ ജോഗോർ അങ്ങ് ഇത് തരാമെന്ന്, ജൂഗോറോ ഇതങ്ങ് നമുക്ക് തരാം ശ്രീധനായിട്ടെന്ന് പറഞ്ഞില്ല. എന്നിട്ട് അതിൽ പോയി. പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് പോയി. രാത്രി ആയപ്പോഴാണ് എല്ലാം പർച്ചേസൊക്കെ കഴിഞ്ഞ് വന്നത്. പർച്ചേസും എൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് രാത്രി തന്നെ ഞാൻ വിട്ടു. നിൽക്കുന്ന ഒരേ നിർബന്ധമായിരുന്നു, ചേച്ചിക്കും വീട്ടുകാർക്കും ഒരേ നിർബന്ധം. ഇഷ്ടംപോലെ പേരുണ്ട് അതിനകത്തുണ്ട്, സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല പോകുന്നു എന്ന് പറഞ്ഞു. എനിക്ക് അർജൻറ്റാണ്, എന്തായാലും ഇവിടെ എത്തണം. എനിക്ക് 31 ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് എപ്പോഴാണ് വർക്ക് വരുന്നതെന്നറിയില്ല. വർക്ക് വരുന്നതെന്ന് വെച്ചാൽ മൊത്തം ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇവർ നിൽക്കുന്ന ഇപ്പോഴല്ലേ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. കല്യാൺ സിൽക്സുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഈ അന്നത്തെ വർക്ക് വിട്ടിട്ടാണ് വേറൊരു വർക്കിന് പോയത്. കാരണം അവർക്ക് ഞാൻ വാക്ക് കൊടുത്തു. കല്യാൺ സിൽക്സുകാർ നിൽക്കുന്ന ഇപ്പിലാണ് വിളിച്ചത്. ഇതുപോലെ തന്നെ ആയിരിക്കും മിക്കവാറും. ഞാൻ ഏതെങ്കിലും വർക്കിൽ നിൽക്കുമ്പോഴായിരിക്കും, കമ്മിറ്റഡായി വർക്ക് നിൽക്കുമ്പോഴായിരിക്കും അവർ വിളിക്കൽ. നല്ല ചാൻസ് കളഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. വിചാരിച്ചു പിന്നെ പോട്ടെ, ദൈവം അതിലും എന്തോ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ കൈവിട്ട് പോവും, ഇനി മോഡലായിട്ട് ഇറങ്ങി പോകുമോ എന്നൊക്കെയാണ് പേടി ചേട്ടനോട്. ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ല ചേട്ടാ, അതിൽ നല്ല ചാൻസ് കിട്ടിയാൽ പോവും, അങ്ങനെ ഇങ്ങനെ തന്നെ ഇങ്ങനെയാണ് എന്നുള്ള ഇതൊന്നുമില്ല. കിട്ടിയ ചാൻസ് കിട്ടിയാൽ പോവും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. നല്ലത് കിട്ടിയാൽ മാത്രം, അല്ലാണ്ട് വേറെ എന്തെങ്കിലും കിട്ടിയിട്ട് നമുക്കിങ്ങനെ സമ്പാദിച്ചു കൂട്ടണം എന്നൊന്നും നമുക്കില്ല. അങ്ങനെയൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് എന്തിനാണ് ഇനി ഞാൻ സമ്പാദിച്ച് എവിടെ കൊണ്ട് വയ്ക്കാൻ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചേട്ടന് പറയാം. പിന്നെ ഒരു ടാറ് വാങ്ങണം, അത് ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിലെ വരുമാനം കിട്ടിയിട്ട് ഒരു ടാറ് വാങ്ങാൻ. എന്നിട്ട് വേണം, ആകെപ്പാടെ ടാറിനകത്ത് 1-2 ആൾക്കാരെ കൂടുതലുള്ളൂ ഇത്രേ. പക്ഷെ എന്ത് ക്രൈസാന്ന് എനിക്കറിയില്ല, എപ്പോൾ വന്നെന്ന് ഈ ക്രൈസ് എനിക്കറിയില്ല. സ്കോർപ്പിയോയിൽ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ കയറ്റാമെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ എന്താണ് ഈ ടാറിനോട് ക്രൈസ് എന്നറിയില്ല. വല്ല ജീപ്പും വാങ്ങാമെന്ന് വിചാരിക്കും. എന്നിട്ട് ഫുള്ള് കളറങ്ങ് അടിക്കുക, അപ്പോൾ ടാറായിട്ട് എനിക്ക് തോന്നുമായിരിക്കുമല്ലോ എന്ന് തോന്നുന്നു. ഒരു വണ്ടി എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇതുവരെ ഇറക്കാൻ പോലും പറ്റുന്നില്ല. ഈ ചെളിവെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ ചെളിയാവൂലേ. പിന്നെ എന്നോ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കല എൻ്റെ പരിപാടി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കൊണ്ട് വാങ്ങി വയ്ക്കുന്നവരേ ഉള്ളൂ ഒരു ഭ്രാന്ത്. പിന്നെ എങ്ങനെ എന്തിനാണ് ഞാൻ ആ പൈസ കളഞ്ഞത് ഇപ്പം ആലോചിക്കുന്നു. പിന്നെ ഇരിക്കട്ടല്ലേ, ഇതുപോലെ ആയിരിക്കും ടാറും വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ. അയ്യോ ചെളി പിടിക്കും. അയ്യോ, ഇനിയും കഥയുണ്ട്, അടുത്ത കഥയായിട്ട് വരാം.